വൺ സ്കാമേഴ്സാണ് ഇവിടെ ഉള്ളത്. ഒരു ലേഡിയാണ് സ്കാം ചെയ്യുന്നത്. തൊട്ടാ പൈസ, ഇരുന്നാ പൈസ, എല്ലാത്തിനും പൈസ. അവിടെ കടലാണ്, ഇവിടെയാണ് സ്വീറ്റ് വാട്ടർ ലേക്ക് പറഞ്ഞത്. ഞാൻ പറഞ്ഞ സ്കാമിങ് നടക്കുന്ന സ്ഥലം അവിടെയാണ്. ഇവിടെ കുളിക്കണോണ്ട് ആരോടും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ശ്രദ്ധിക്കണം, ഡീപ്പ് വാട്ടറാണ്, ബി കെയർഫുൾ. നല്ല തെളിനീര് പോലത്തെ വെള്ളമാണ്, പക്ഷെ മിക്സ്ഡ് വെള്ളമാണ്, കുളിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും നമസ്കാരം, നിഫിൻ വ്ളോഗ്സ് ആണ്. ആരംഭോൾ എന്ന് പറഞ്ഞ ബീച്ചിലേക്ക് വന്നേക്കാണ്. ഒരു 50 മിനിറ്റ് യാത്രയുണ്ട്. ഇവിടെ ഒരു സ്വീറ്റ് വാട്ടർ ലേക്ക് കാണാൻ വേണ്ടി വന്നേക്കണതാണ്. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ മെഹനുണ്ട്. മെഹനു, ഇതാണ് ആ ബീച്ച് വരുന്നത്. നിങ്ങളില്ലേ ബീച്ചിലേക്ക് വരുമ്പോൾ ഗൂഗിൾ മാപ്പിൽ എവിടെയാണോ കാണിക്കുന്നത് അവിടേക്ക് വരണം. അല്ലാതെ വഴിയിൽ നിർത്തും, അവിടെ ബീച്ചുണ്ട്, അതായത് ഈ ബീച്ച് പരന്ന് നടക്കണല്ലോ, അവിടെ എൻട്രി ഉണ്ടെന്ന് പറയും. അവിടെ ഒന്നും കയറേണ്ട ആവശ്യമില്ല, കാരണം അവിടെ പേ ആൻഡ് പാർക്കാണ്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ പാർക്ക് ചെയ്യാതെ സ്വീറ്റ് വാട്ടർ ലേക്കിൻ്റെ അവിടെ ഗൂഗിൾ മാപ്പിൽ അടിക്കുക, അവിടേക്ക് വരാം. എന്നിട്ട് സ്വീറ്റ് വാട്ടർ ലേക്കിലേക്ക് നടക്കണം. അതെങ്ങനെയാണെന്ന് ഇവിടെ ചോദിച്ചു പോകണം. അപ്പോൾ ലേക്ക് വരുന്നത് ഇവിടെ കുറേ മാർക്കറ്റുകളുണ്ട്. അതിൻ്റെ അപ്പുറമാണെന്ന് പറയാൻ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ നടക്കണം എന്നാണ് പറയണേ. നല്ല കാറ്റുണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ ഈ കഫേസിൻ്റെ അവിടേക്കും എത്തിയിട്ടുണ്ട്. ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, വേ ടു സ്വീറ്റ് ലേക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ വഴി ഇങ്ങനെ നടക്കുക. അപ്പോൾ ഇവിടെ കുറേ ഷോപ്പുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നല്ല തണലുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ നടന്നു പോയാൽ മതി. നിറച്ചും ഷോപ്സുകളായിരിക്കും. ചെറുതായിട്ട് വെയിലത്ത് നടന്നാൽ മതി. പിന്നെ ഇതുപോലത്തെ ഷോപ്പുകളാണ്. ഇവിടെ മദ്യപിക്കാനും കാര്യങ്ങളിലെല്ലാത്തിനും ഷോപ്പുകളുണ്ട്. ഡ്രസ്സുകളുടെ ഷോപ്പുകളുണ്ട്. നടന്ന് ഇതിവിടെ ഒരു പാറക്കൂട്ടങ്ങളുടെ അടുത്ത് എത്തുന്നുണ്ട്. അവിടെ കുറേ പാറയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. തിരുമാല അടിച്ച് ചെത്തിപ്പോയതാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ നടക്കാം. ഇവിടെ നിറച്ചും കടകളാട്ടോ. പക്ഷെ രസമുണ്ട് കേട്ടോ, കാരണം ചൂടും കാര്യങ്ങളില്ല. മുകളിൽ ആസ്പെറ്റോസ് പോലെ ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്. അവിടെ നല്ല തണുപ്പുണ്ട്, ഫാനുണ്ട്, കുഴപ്പമില്ല. ഈ കടകളെല്ലാം അടയ്ക്കാൻ പോട്ടെ. നമ്മൾ വന്ന വഴി കുറേ കടകൾ കണ്ടിട്ടില്ലേ? ഈ കടകളെല്ലാം അടയ്ക്കാണ്, കാരണം സീസൺ കഴിഞ്ഞു. ഇനി മഴക്കാലം വരാൻ പോവാണ്. അപ്പോൾ ഇവർക്ക് കച്ചവടം ഉണ്ടാവില്ല. അപ്പോൾ ഇവരുടെ നാട്ടിൽ പോവാണ്. വേറൊരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഭിമാനമായ സഞ്ജു സാംസൺ, അദ്ദേഹത്തിനെ കുറിച്ച് ഇവിടെ 100 നാവാണ് എല്ലാവർക്കും. എന്ത് രസമാണെന്ന് പറയും. ഭയങ്കര സിമ്പിൾ പേഴ്സണാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അത് ശരിക്കും അങ്ങനെ പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ പ്രൗഡാണ് നമുക്ക്. ആൾ ചോദിക്കുക നിങ്ങളുടെ നാടിൻ്റെ അടുത്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, എൻ്റെ നാട്ടിൽ നിന്ന് ഒരു 4 മണിക്കൂറുണ്ട്, തിരുവനന്തപുരത്താണ് ആൾ. അപ്പോൾ അവരുടെ വീണ്ടും അവിടേക്കും പോയാൽ നിങ്ങൾക്ക് ആളെ കാണാൻ പറ്റും. സിമ്പിളാണ്. ഭയങ്കര അഭിമാനമായിട്ടോ അങ്ങനെയൊക്കെയും പറയുമ്പോൾ കേൾക്കുമ്പോൾ. ഓരോ കടകൾ ഇങ്ങനെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനും വിചാരിച്ചു രാവിലെ ആയിട്ട് എന്താ കട തുറക്കാത്തതെന്ന്. ഇപ്പോഴല്ല കാര്യം മനസ്സിലാവണേ. ഇത് അത്യാവശ്യത്തിന് നടക്കാനുണ്ട് കേട്ടോ. പക്ഷെ കടകളും കാര്യങ്ങളും പിന്നെ തണലുള്ള കാരണം കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ നടന്ന് കടകളൊക്കെ കഴിഞ്ഞ് കടലിലേക്ക് എത്തി. ഇതിങ്ങനെ ക്രോസ് ചെയ്ത് പോകണം. ഇങ്ങനെ നടക്കാം, ശ്രദ്ധിച്ച് നടക്കണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വീണ പോലെ വീഴണം. ഇതിങ്ങനെ ക്രോസ് ചെയ്യാം, ടെൻഷനൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ ക്രോസ് ചെയ്യാൻ പറ്റും. ഇവിടെ തൊട്ട് ബാക്കിലാണ് കടൽ. നല്ല ബ്യൂട്ടിഫുൾ കടൽ കേട്ടോ. ആളുമില്ല, തിരക്കുമില്ല, സുഖസുന്ദരം. എനിക്ക് തോന്നുന്നു കടലിങ്ങനെ കയറുമ്പോൾ ഈ വഴി റൂട്ട് വെച്ചിട്ടുണ്ട് സ്വീറ്റ് വാട്ടർ ലേക്കിലേക്ക് പോകാൻ. പക്ഷേ നമുക്കിവിടെ കടൽ പുറത്തുള്ള കാരണം കൊണ്ട് നമുക്ക് ഈ വഴി നടക്കാൻ പ്രശ്നങ്ങളൊന്നുമില്ല. കൂൾ. ഈ കടലിൽ ഇറങ്ങാൻ പറ്റില്ല, കാരണം ഭയങ്കര ഡേഞ്ചർ കടലാണ്. ഇവിടെ റെഡ് ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ തിരമാല കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഡേഞ്ചറാണ്, നല്ല വലിക്കും. അങ്ങനെ നടന്ന് നമ്മൾ സ്വീറ്റ് വാട്ടർ ലേക്കിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്താറേ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വെൽക്കം ടു സ്വീറ്റ് ലേക്ക് റെസ്റ്റോറൻറ്റ്, സ്വീറ്റ് ലേക്ക് ഇൻസൈഡ്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നടക്കുക. മോഡലിലൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ. ഇവിടെ നിറച്ച ആൾക്കാരുണ്ട്. ഇവിടെ ഒരു വ്ളോഗർ മീറ്റ് ചെയ്തു. ഹായ്. ഈ സ്വീറ്റ് വാട്ടർ ലേക്ക് എന്ന് പറഞ്ഞ സംഭവം വെറും സ്കാമാണ്, തട്ടിപ്പാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു ലേക്ക് ഉണ്ട്, അതിലേക്ക് എൻട്രി ചെയ്യുന്നത് ഈ വഴിയാണ്. പക്ഷേ അവിടെ ഒരു ഹോട്ടലിലൊരു പുള്ളിക്കാരിയുണ്ട്, അവർ വെറും സ്കാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ബെഞ്ചിൽ വെച്ച പൈസ, നമ്മുടെ ലഗേജ് നിലത്ത് വെച്ച പൈസ, ബെഞ്ചിൽ വെച്ച പൈസ ഫുൾ സ്കാമും കാര്യങ്ങളാണ്. സംഭവം വെള്ളം കലങ്ങി കിടക്കാണ്. എൻ്റെ അടുത്ത് വേറെ ഒരാൾ പറഞ്ഞത് ആ വെള്ളത്തിൽ ഇറങ്ങണ്ട, വല്ലതും സംഭവിക്കുമെന്ന് പറഞ്ഞ, കാരണം മിക്സഡ് വെള്ളമാണ്. അപ്പോൾ ഞാൻ ഇറങ്ങിയില്ല. അവിടെ കടലാണ്, ഇവിടെയാണ്
സ്വീറ്റ് വാട്ടർ ലേക്ക് പറഞ്ഞേ ഞാൻ പറഞ്ഞ സ്കാമിങ് നടക്കുന്ന സ്ഥലം അവിടെയാണ്. ഇവിടെ കുളിക്കുന്നതുകൊണ്ട് ആരോടും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ശ്രദ്ധിക്കണം, ഡീപ്പ് വാട്ടറാണ്, ബി കെയർഫുൾ. നല്ല തെളിനീര് പോലത്തെ വെള്ളമാണ്, പക്ഷെ മിക്സ്ഡ് വെള്ളമാണ്, ഒന്ന് കുളിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. ഡ്രോണിൻ്റെ വീഡിയോ അധികം എടുക്കാൻ പറ്റുന്നില്ല, കാരണം പരുന്തും കൂട്ടം ഒന്ന് ഡ്രോണിനെ ആക്രമിക്കും. ഒരാവശ്യം ഷിംലയിൽ വെച്ച് തന്നെ ഡ്രോൺ പരുന്തൊന്ന് ആക്രമിച്ച് ഡ്രോൺ പോയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വെൽക്കം ടു സീ ലേക്ക് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു എൻട്രി ഉണ്ട്. അതവിടെയാണ് മെയിനായിട്ട് വീഡിയോയിൽ കാണുന്ന ഏരിയ. അത് സ്കാമാണ്, വൺ സ്കാമേഴ്സാണ് ഇവിടെ ഉള്ളത്. ഒരു ലേഡിയാണ് സ്കാം ചെയ്യുന്നത്. തൊട്ടാ പൈസ, ഇരുന്നാ പൈസ, എല്ലാത്തിനും പൈസ. എന്താണ്, നമ്മുടെ ഇതൊന്നും വാങ്ങിച്ചില്ല, അവിടുത്തെ ആൾക്കാർ തന്നെ പറഞ്ഞാണ്. നമ്മുടെ അടുത്ത് പറയില്ല. അവിടെ നമ്മൾ സാധനങ്ങൾ മുകളിൽ വയ്ക്കും, ടേബിളിൽ വയ്ക്കും, എന്നിട്ട് വന്നിട്ട് പൈസ വയ്ക്കും. ഇതാണ് പരിപാടി. നമ്മൾ തിരിച്ചു പോവാണ്, വേറെ ഒന്നുകൊണ്ടൊന്നല്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കാം ചെയ്യാമെന്ന് പറയുമ്പോൾ ആ ഏരിയയുടെ ഭംഗി പോകും. ഇവിടെ ഭയങ്കര സ്കാമിങ് ആണ്. ഞങ്ങളവിടെ നിന്ന് നടന്ന് ഞങ്ങളുടെ വണ്ടിയുടെ അവിടേക്ക് എത്താറായി. ആരംഭോൾ സ്വീറ്റ് വാട്ടർ ലേക്ക് ഉണ്ട്. അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്ന് പറയുകയാണെങ്കിൽ, അല്ല, പോണവർക്ക് പോവാം, ഞാൻ ഒരിക്കലും പോണ്ട എന്ന് പറയത്തില്ല. അത് എനിക്കതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ച് ആ ഓൾ ഏരിയ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. പക്ഷെ എനിക്കൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരാൾ സ്കാം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, മനസ്സിലായോ, മെയിൻ ഏരിയയിൽ സ്കാം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു ഫീലില്ല. ബാക്കിയുള്ളവരെല്ലാവരും നമ്മൾ സ്കാം ചെയ്യാൻ നിൽക്കുന്നതാണോ എന്ന് തോന്നും. ഇതാണ് ഒരു പ്രശ്നം. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം, നോർത്ത് ഗോവ വെറും വേസ്റ്റാണ്. അതെനിക്കിപ്പോൾ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. ഞാൻ നോർത്ത് ഗോവയിൽ ഇപ്പോൾ ഒരു 5ാമത്തെ പ്രാവശ്യം വരുന്നത്. പക്ഷേ സദേൺ ഏരിയ എക്സ്പ്ലോർ ചെയ്യാനുള്ളതുണ്ട്, ഹിഡൻ ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, അൺഎക്സ്പ്ലോർഡ് പ്ലേസുകളുണ്ട്, അധികം സ്കാമേഴ്സും കാര്യങ്ങളൊന്നുമില്ല. പാലോലം ബീച്ച്, ബട്ടർഫ്ലൈ ബീച്ച്, പേൾ ബീച്ച്, ഇതുപോലെ കുറേ ബീച്ചുകളുണ്ട്. ഒരു മലയുടെ മുകളിൽ തന്നെ ക്ലിഫുകളുണ്ട്. അപ്പോൾ അതൊക്കെ തകർക്കാം. പിന്നെ അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് അഡ്വഞ്ചർ കയാക്കിങ്ങൊക്കെയും സീല് കടലിൽ ചെയ്യാനും പറ്റും, ലേക്കിൽ ചെയ്യാൻ പറ്റും. ആരംഭോൾ ബീച്ചിൽ വരുമ്പോൾ അവിടെ പാർക്കിംഗ് ഉണ്ട്, അവിടെ പെയ്ഡ് പാർക്കിംഗ് ആണ്. നമ്മൾ മാപ്പ് വെച്ച് സ്വീറ്റ് വാട്ടറിലേക്ക് മാപ്പ് വെച്ച് വരുമ്പോൾ ഇവിടെ എത്തും. ഇവിടേക്ക് വണ്ടി പാർക്ക് ചെയ്യാം. പെയ്ഡ് പാർക്കല്ല. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ വിസിറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം, വിസിറ്റ് ചെയ്തവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അവിടെ മുൾട്ടാണി മിട്ടി സംഭവം മേത്തൊക്കെ മുഖത്തൊക്കെ തേച്ചിട്ട് അവിടെ കുളിക്കാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഒരു ചെറിയൊരു സ്കാം എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ മൊത്തത്തിൽ ഇരിക്കുക, അതാണ് ഒരു ഫീലിംഗ് വരാം. അതെൻ്റെ ഒരു പ്രശ്നമാണ്, എല്ലാവരും ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിച്ചാലക്കുടി കാണുക. ബൈ.